ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ എന്നോട് ഗുഡ് മോർണിംഗ് പറയുന്ന ഒരാളുണ്ട്. എന്നും രാവിലെ ഗുഡ് മോർണിംഗ് കേട്ടിട്ടായിരിക്കും ഞാൻ എഴുന്നേൽക്കുന്നത്. ആരാണെന്ന് കാണിച്ച് തരട്ടെ. ഇത് കണ്ടോ, ശല്യം കുട്ടി പിറകെ നടക്കുകയാണ്. എത്രയൊക്കെ ഫുഡുണ്ട്, ഒരാളുടെ പാത്രം നിറച്ച് ഫുഡാണ്. വീണ്ടും നമ്മൾ അത് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കണം. രണ്ടെണ്ണം കൊടുത്താൽ മതി, അവൾ ഹാപ്പിയാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കരയാൻ മാത്രം അറിയാവുന്ന ആകെയുള്ളൊരു ജീവിയാണ് കേട്ടോ പൂച്ച. പൂച്ചയെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പുതുതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നേ. വളരെ വിചിത്രമായിട്ട് തോന്നി കേട്ടോ. പൂച്ചകളുടെ മൂക്കിലെ അടയാളം മനുഷ്യരുടെ വിരലടയാളം പോലെയാണ്. ഒരു പൂച്ചയുടെ മൂക്കിലെ അടയാളം വേറൊരു പൂച്ചകൾക്ക് ഉണ്ടാവില്ലത്രേ. അതുപോലെ തന്നെ പൂച്ചകൾക്ക് മധുരം തിരിച്ചറിയാൻ കഴിയില്ലത്രേ. പൂച്ചകളുടെ നാവിലെ മുകുളങ്ങൾക്ക് മധുരം തിരിച്ചറിയാനുള്ള കഴിവില്ലെന്ന്. അതുപോലെ തന്നെ ഉറക്കക്കാരനായ പൂച്ച തൻ്റെ ജീവിതത്തിൻ്റെ 70% ഉറങ്ങി തീർക്കുക. അതായത് 9 വയസ്സുള്ളൊരു പൂച്ച 3 വർഷം മാത്രമേ കണ്ണു തുറന്നിരിക്കുന്നുള്ളെന്ന്. അല്ലെ, പൂച്ചകളെ ഇടതനും വലതനും ആണെന്ന്. പെൺപൂച്ചകൾ സാധാരണ എപ്പോഴും വലത് കൈ ആയിരിക്കും ഉപയോഗിക്കുക, ആൺപൂച്ചകൾ എപ്പോഴും ഇടതുപക്ഷക്കാരായിരിക്കുമെന്ന്. മനുഷ്യരെ പൂച്ചകൾ എങ്ങനെ കാണുന്നതെന്ന് അറിയാമോ? തന്നേക്കാൾ അല്പം വലിപ്പമുള്ള, എന്നാൽ തന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരായിട്ടാണ്. അതുപോലെ തന്നെ മ്യാവൂ മ്യാവൂ എന്ന് പറയില്ലേ, അത് പൂച്ചകൾ പരസ്പര ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കാറില്ല. മനുഷ്യരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പൂച്ചകൾ ഈ മ്യാവൂ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇവർ നമ്മളെ കാണുമ്പോൾ എപ്പോഴും മ്യാവൂ 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 എന്ന് പറഞ്ഞ് കൂടെ നടക്കുന്നത്. അല്ലേ പ്രാണി? മ്യാവൂ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറില്ലേ, പൂച്ച കുറുകുന്നത് പോലെ കുറുകി നടക്കുമെന്ന്. പൂച്ച കുറുകുന്നതേ സന്തോഷം കൊണ്ട് മാത്രമൊന്നും അല്ലത്രേ. അവരുടെ മുറിവുകൾ വേഗം ഉണങ്ങുന്നതിനും അവരുടെ എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താനും ഈ ഒരു കുറുകല് സഹായിക്കുമെന്ന്. തങ്ങളുടെ ഉയരത്തിൻ്റെ 6 ഇരട്ടി വരെ ചാടാനായിട്ട് ഇവർക്ക് കഴിയുമത്രേ. എന്തായാലും ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത. എന്നാലും തന്നെക്കാൾ വലിപ്പമുള്ള അല്പം ബുദ്ധി കുറഞ്ഞൊരു ജീവിയായിട്ട് നമ്മളെ കാണുന്നത് ഇച്ചിരി കഷ്ടം തന്നെയാലേ. നമ്മൾ പറയും പൂച്ച സാർ യാതൊരു ബുദ്ധിയില്ല, 1/2 കിലോയുടെ തൂക്കവും ഉണ്ട്, ഒരു 1000 ടണ്ണിൻ്റെ ബുദ്ധിക്കുറവും ഉണ്ടെന്ന്. പക്ഷെ ഇത് ചിന്തിക്കുന്നത് നമ്മളല്ല കേട്ടോ, ഇവർ തന്നെയാ. അപ്പോൾ മ്യാവൂ 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 മ്യാവൂ. ഈ ബുദ്ധിയില്ലാത്തവൾ എന്താ ചെയ്യുന്നതെന്നാണ് ഇപ്പം ഇവൾ പറയുന്നത്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്.